ഉസ്താദെ ഈ നോമ്പിന് ഭാര്യനെ ചുംബിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഞാൻ രാവിലെ പണിക്ക് പോകുമ്പോ എനിക്ക് അങ്ങനെ ഒരു ശീലുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ മനസ്സിലൊന്നുമില്ല. പിന്നെ ലോറി നിസ്കരിച്ചാൻ വേണ്ടി വരുമ്പോഴും ഭാര്യനെ ചുംബിച്ചിറങ്ങണ ഒരു ശീലുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല കുട്ടിയെ, നമ്മളെ മനസ്സിലൊന്നും ഞാൻ മതി. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ പുതുക്കായോണ്ട് അതിന്റെ ഒരു രസത്തില് 4 മണിക്ക് അസർ നിസ്കരിച്ചാൻ വരുമ്പോഴൊന്ന് ചുംബിച്ചലുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് നോൽബിനായ നിങ്ങൾക്ക് സംശയം അവിടെ തൊട്ടാ മുറിയോ ഇവിടെ തൊട്ടാ മുറി. ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല ചൂട് അവിടെ സൗദിയിലായെന്ന് 80-85 കാലഘട്ടത്തിൽ തുടങ്ങി 80-85 കട്ടക്കാലം. അന്നൊരു കാട്ടാ പിന്നോട് വന്നിക്കാണ്ട് സുനാമി അല്ല ഹറാമീന്ന് ഞാൻ ഒന്നും നോക്കിയില്ല, കൊടുത്ത് ഞാനൊരു ചവിട്ട്. അതില് ഇവിടെ വാ. പിന്നെ ഞാൻ എന്താ ചെയ്തു നടക്കാറ്? എന്നാ ചെയ്തത്? ഇതേപോലെ എന്റെ അടുത്ത് വന്നിരുന്നു, സഹിച്ചില്ല എനിക്ക്. ഒറ്റടി ഈ അടിയൊന്നും അനക്ക് കിട്ടിയിട്ടില്ല. ഇതൊന്നും ഇടങ്ങാറെന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്നാലും ഇപ്പൊ ഈ കുരിപ്പാള് കൊടുക്കേ പോയി അവന്റെ ബടാ ബസാർക്ക് ഡ്രസ് എടുക്ക പോയിട്ടാ. മുരുക പണി കഴിഞ്ഞിട്ട് ഈ സിമെന്റ് ഇതൊന്ന് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടാക്കണം. എന്താണ് ബടാ ബസാറിന്? அங்க 100ல 100 ஆஃபர் வந்திருக்காமா. ட்ரெஸ் எடுக்க பல ட்ரெஸ் எல்லாம் வந்திருக்காமா. அதுக்கு தான் அக்கா அவங்க எல்லாம் போனாங்க. അങ്ങനെയാണെങ്കിലേ അനക്ക് ഉച്ചും കൂടെ അങ്ങോട്ട് പോണം. ஏன்? അനക്ക് 2 ട്രൗസർ വാങ്ങി തന്നിട്ട് ബാക്കി തരും. കാക്കാ കല്യാണത്തിന് വരിക എന്താ ചോറ്? ബിരിയാണി തന്നെയാണേ, ഒരു വസ്തുനും ആകാം. ഓന്റെ അടുത്ത് കൊറേ കായും പണമുണ്ട് എന്നല്ലാതെ ഉള്ളിലെക്കാൻ പറ്റുമോ? അല്ല നമ്മള് കല്യാണത്തിന് പോണല്ലോ. എന്തായാലും മടങ്ങി വരുമ്പോ പറയണ്ടേ, ഒന്ന് മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളൂ. ഓ എന്തൊരു കരുതലാണ് ഈ മനസ്സിൽ.